നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ആത്മവിശ്വാസക്കുറവും അതുപോലെ തന്നെ മറവിയും. ഇന്ന് പോസിറ്റീവ് കമ്മ്യൂണിറ്റി സ്റ്റുഡൻസ് ഫോറം നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷനുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ആത്മവിശ്വാസം വളർത്താനും അതുപോലെ മറവി എങ്ങനെ ഓവർകം ചെയ്യാനുമുള്ള മനോഹരമായ ചില ഉപാധികളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് സ്റ്റുഡൻസ് ഫോറം അവതരിപ്പിക്കുന്നത്. ശ്രീ പ്രഭാകരൻ വെണ്ണൂർ സാറാണ്. സാറ് പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്റ്റേറ്റ് ജോയിന്റ് കൺവീനർ ആണ്. ഒപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകനും NSDC മാസ്റ്റർ ട്രെയിനറുമാണ്. സാർ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയം നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന ആത്മവിശ്വാസവും അതുപോലെ തന്നെ പ്രചോദനവും പഠിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ എക്സാമിന് കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ എക്സാമിന് ഏറ്റവും ഒരു പേടിയോടെ കാണുന്നതിന് പകരം ഒരു സുഹൃത്തിനെ കാണുന്നത് പോലെ, ഒരു സുഹൃത്തിനെ സ്വീകരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എക്സാമിനെ കാണാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാക്കി തരിക എന്നതാണ് ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിന്റെ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ സെഷൻ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാകരൻ സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രഭാകരൻ സാർ, വെൽക്കം സാർ. താങ്ക് യു സജിന മാം. ഹലോ പ്രിയപ്പെട്ട സുന്ദരികളെ സുന്ദരന്മാര്, കേരളത്തിന്റെ പല സ്കൂളുകളിൽ നിന്ന് എത്തിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനൊക്കെ അറിയോ? ഇതില് സൂമില് നമ്മളെക്കാട്ടിലും വലിയ പുലികളാണ്. ഒന്ന് എല്ലാരും ഒന്ന് അൺമ്യൂട്ട് ചെയ്താ നോക്കട്ടെ, ഒരു ബഹളം കേൾക്കാൻ. കേക്കുണ്ടോ? അൺമ്യൂട്ട് ചെയ്യുവാ? കേൾക്കുന്നുണ്ടോ എല്ലാരും? ഇനി ഒന്ന് മ്യൂട്ട് ചെയ്യാ നോക്കട്ടെ. എല്ലാവർക്കും മ്യൂട്ട് ചെയ്യാൻ അറിയോ? മ്യൂട്ട് ചെയ്യാതെ. ഓക്കെ. എല്ലാവരുടെ കയ്യിലും പണിയായുധങ്ങളുണ്ടോ? എന്താണ് പണിയായുധം? വിദ്യാർത്ഥികളുടെ പണിയായുധം എന്താ? യെസ്, മാധവ് പ്രദീപ് സാറേ, ജോസാറേ, മാധവ് പ്രദീപിനെ ഒന്ന് നോട്ടം വെച്ചു. അവൻ എടുത്ത് കാണിച്ചു. പേനയും അല്ലെ, പേനയും പുസ്തകവുമാണ് വിദ്യാർത്ഥികളുടെ പണിയായുധം. പണിയായുധങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ പൊക്കി കാണിക്കുക. വീഡിയോയിലുള്ളവർക്ക് നോട്ട് ചെയ്യുന്നുണ്ട് ഞാനിവിടെ. യെസ്. ജോസാറ് ഒരു കിടിലൻ ഓഫറാണ് സാർ തന്നിരിക്കുന്നത്. ഞാൻ ക്ലാസ് എടുക്കാൻ വെച്ച് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, സാർ എന്താണ് കൊടുക്കുന്നത്? സാർ ഈ ഒരു ഗംഭീര ഓഫർ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, നമ്മൾക്കൊരു 50% ഒരു ഓഫർ തരൂ. കാരണം ഒരു നല്ലൊരു ഓഫർ സാർ തന്നിട്ടുണ്ട് കുട്ടികൾക്ക്. എന്തായാലും നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന ഒരു കാര്യം, എല്ലാവരുടെ കയ്യിൽ ഒരു പേപ്പറും വേണം, പേനയോ പെൻസിലോ ഉണ്ടെങ്കിൽ വളരെ നന്നായി. ഒരു 1 മിനിറ്റ് നമുക്കൊന്നൊരു കാര്യം ആലോചിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം നിങ്ങളൊന്ന് വരയ്ക്കണം. ഞാൻ പറയാം അത് എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ സമയം നിങ്ങൾക്കൊരു 30 സെക്കൻഡ്സ് ആണ് നിങ്ങൾക്ക് തരാം. 30 സെക്കൻഡുകൾ നിങ്ങൾക്ക് തരും. ആ 30 സെക്കൻഡിന്റെ ഉള്ളിൽ ആ പേപ്പറിൽ നിങ്ങളൊരു സംഭവം വരയ്ക്കണം. എല്ലാവർക്കും അറിയാം, നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണെങ്കിലും അത് കിട്ടാൻ, ഈ സാധനം കിട്ടാൻ നമ്മൾ ഒരിക്കലും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ്. എങ്കിൽ ഈ സാധനത്തിന് വളരെ മൂല്യവും ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അത് മറ്റൊന്നുമല്ല, വട്ടപൂജ്യമാണ്. നമുക്ക് കിട്ടാൻ ആഗ്രഹമില്ല, പക്ഷെ അതിന് നല്ല മൂല്യമുണ്ട് അല്ലെ? സംഖ്യയുള്ള വലത് ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ ശരിയല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ആ പേപ്പറിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളൊന്ന് സെൽഫ് ഇവാലുവേഷൻ നടത്തും. നിങ്ങളെ ഒന്ന് എത്ര ഉണ്ട് നിങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരികയാണെങ്കിൽ എത്ര പൂജ്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും? ഒന്ന് ഓർത്താൽ മതി, വരയ്ക്കരുത്. ഒന്ന് ഓർത്ത് വയ്ക്കുക, എത്ര എണ്ണം നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും എന്നുള്ളൊന്ന് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് ആ പേപ്പറിന്റെ ഏറ്റവും മുകളിൽ ഒന്ന് എഴുതി വെക്കണം. അപ്പൊ ഉദാഹരണത്തിന് 30 സെക്കൻഡിന്റെ ഉള്ളിൽ എനിക്ക് 25 പൂജ്യങ്ങൾ വരയ്ക്കാൻ സാധിക്കും എന്നാണെങ്കിൽ നിങ്ങൾ അതിന് മുകളിലൊന്ന് പേന കൊണ്ടൊന്ന് എഴുതൂ. പെട്ടെന്ന് എഴുതിക്കാട്ടെ. നിങ്ങളെ തന്നെ 30 നിങ്ങൾക്ക് തോന്നണം എനിക്ക് 15 സാധിക്കും, അല്ലെങ്കിൽ 50 സാധിക്കും, 100 സാധിക്കും. ഒന്ന് എഴുതാം പെട്ടെന്ന്. നിങ്ങൾക്ക് എത്ര സാധിക്കും ഒരു പൂജ്യം വരയ്ക്കാൻ? വളരെ ചെറുത്, ആനമുട്ട പോലെ വലിയ വേണ്ട, കോഴിമുട്ട പോലെ വലിപ്പം വേണ്ട. ഏറ്റവും ചെറിയത് എന്തിന്റെ മുട്ടയാണ്? അത്ര ചെറുത് വേണ്ട. നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാൻ ഒരു നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിന്റെ വലുപ്പത്തിൽ ഏതാണ്? പെട്ടെന്നൊന്ന് എഴുതിയില്ലേ? എല്ലാവരും എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. നമ്മൾ മാർക്കൊക്കെ ടീച്ചർമാരിട്ട് തരില്ല, അതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക. എന്നിട്ട് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ 30 സെക്കൻഡ് നിങ്ങൾക്ക് സമയം തരാം. അതിനുള്ളിൽ നിങ്ങൾ, ഇപ്പൊ ആരും എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കണു, നിങ്ങളെ തന്നെ വിലയിരുത്താൻ പോവുകയാണ്. ഞാൻ എത്ര കേമനാണ് എന്ന് അറിയാനുള്ള ടെക്നിക്കാണ്.
ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യണം. 30 സെക്കൻഡ് കഴിയുമ്പോൾ ഞാൻ നിർത്താൻ പറയാം. അപ്പൊ സ്റ്റോപ്പ് ചെയ്യണം. എണ്ണീട്ട് എഴുതുകയാണെങ്കിൽ വളരെ നല്ല. ഓക്കെ, സ്റ്റാർട്ട് നൗ. 30 seconds. ഈ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണ്ട, അല്ലെ ജോസ് സാർ സമ്മതം തരൂല. ഓക്കെ, 20, ലാസ്റ്റ് 5 seconds. 4, 3, 2, 1, 0, സ്റ്റോപ്പ്. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഒന്ന് എണ്ണി നോക്കൂ. നിങ്ങൾക്ക് എത്ര പൂജ്യങ്ങൾ ഇട്ടു ഒന്ന് എണ്ണി നോക്കിയേ. സഫ ചിരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് പൂജ്യങ്ങൾ ഇട്ടു സാറേ, ടീച്ചർ എനിക്ക് തന്നതിനേക്കാൾ കൂടുതൽ പൂജ്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ആണാ? എണ്ണി നോക്കൂ. എണ്ണി നോക്കിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങൾ എഴുതിയതിന്റെ തൊട്ട് താഴെ നിങ്ങൾ സങ്കല്പിച്ചതും നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിച്ചതും അതിന്റെ ഒരു അടിയിലൊരു വരയിട്ടിട്ടുണ്ട്. ആ വരയിൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സാധനം എഴുതാം. എഴുതിയെന്ന് വിചാരിക്കണം. മാധവ് പ്രദീപ് എഴുതിയാ? ഓക്കെ, വെരി ഗുഡ്. മയൂഖ ഉണ്ട്, ആദിലക്ഷ്മി ഉണ്ട്, ആൻഡ്രീൻ, സിജ ആസാദ്, അസന, അനു, പിന്നെ ആരാളുള്ളത്? ശ്രീധ, സഫ, അന്ന, കത്തറീൻ, അമൽ. ഇത്രയും മുഖങ്ങൾ എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഐഫോൺ എന്ന് പറഞ്ഞു, കുട്ടിയുടെ പേര് ഐഫോണിനാ? ആണോ? പേരൊക്കെ ചെയ്യണം അല്ലേ? പേരൊക്കെ ഇടണം. മായ. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോ 3 സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെ? ഒന്ന്, നിങ്ങളിപ്പോ ശരിക്കും ഞെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾ എഴുതിയതിനേക്കാൾ കൂടുതൽ കിട്ടിയവര് ഒന്ന് പറയോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുവോ? എഴുതിയതിൽ കൂടുതൽ കിട്ടിയവർ ഒന്ന് കൈ പൊക്കുക, കാണട്ടെ എത്ര പേരുണ്ട് സ്ക്രീനിൽ കാണുന്നവര്. കൂടുതൽ കിട്ടിയവര്. ഞാൻ എഴുതിയതിനേക്കാൾ കൂടുതൽ കിട്ടി. ഭൂരിഭാഗം ആളുകളും കിട്ടി. ഇജാക്ക് കിട്ടിയില്ലേ? കൂടുതൽ കിട്ടിയില്ലേ? കൂടുതൽ കിട്ടിയവര് കൂടുതൽ പേര്. ഒരുപാട് കൈകൾ പോകുന്നുണ്ട് അല്ലെ ചാറ്റ് ബോക്സിൽ? ഒരുപാട് പേര്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ എല്ലാവർക്കും. ഇനി വേറെ സാധ്യതകൾ കൂടി ഉണ്ട് അല്ലെ? എഴുതിയതിനേക്കാൾ കുറവ് കിട്ടാൻ സാധ്യതയുണ്ടോ? കിട്ടാൻ സാധ്യതയുണ്ട്. കുറവ് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടോ? കുറവ് കിട്ടിയവരുണ്ടോ? നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ കുറവ് കിട്ടിയവരുണ്ടോ? കിട്ടി. മിനിക്ക് കിട്ടിയാ? മിനി ബാലേന്ദ്രൻ. എന്താ മോന്റെ പേര്? എന്റെ കുഞ്ഞുമോനാ. അവൻ 2-ലായിട്ടുള്ള. കുട്ടികളെ കണ്ടപ്പോ അവനും കയറണം പറഞ്ഞിട്ട് കയറിയതാ. അത് കുഴപ്പമില്ല. വെരി ഗുഡ്. അവൻ 123 എഴുതി, 60 കിട്ടി. വെരി ഗുഡ്. അപ്പൊ കൂടുതലാണല്ലോ എഴുതിയതിനേക്കാൾ കൂടുതൽ. 123 എഴുതിയത്. അവൻ 123 എഴുതിയത്. നമ്പർ എഴുതാൻ പറഞ്ഞ വേഗം 123. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എഴുതിയതിനേക്കാൾ കൂടുതൽ കിട്ടിയവരുണ്ടാവും. അതായിരിക്കും മഹാഭൂരിപക്ഷവും അല്ലെ? അത്രയും പേര് കാണിച്ചത്. ഇപ്പൊ ഒരാളുടെ പേരെ പറഞ്ഞു. ഇനി കുറവ് കിട്ടിയവരുണ്ടാവും അല്ലെ? വളരെ കുറച്ച് പേർക്കാണ് അവര് ഉദ്ദേശിച്ചതിനേക്കാൾ കുറവ് കിട്ടിയിട്ടുള്ളത്. ഇനിയോ ഈക്വൽ ആയി കിട്ടിയിട്ടുണ്ടോ? ഞാൻ 50 വിചാരിച്ചു, എനിക്ക് 50 കിട്ടി. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് അല്ലെ? മോൾ എത്ര വിചാരിച്ച്? 70 വിചാരിച്ചു. കറക്റ്റ് 70 കിട്ടിയില്ലേ? ഓക്കെ. അപ്പൊ 3 പോസിബിലിറ്റീസ് ആണ് ഇതിനകത്ത് ഉള്ളത്. ഒന്ന്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ. അതിനാണ് ഒരു 99% ആളുകൾക്കും. അതിപ്പോ ഞങ്ങൾ അധ്യാപകർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ കുട്ടികൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ് കിട്ടുക. കാരണം നമ്മൾ സത്യത്തിൽ നമ്മളെ വിലയിരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങൾ ഒരു പരീക്ഷയിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുക, നിങ്ങളുടെ സ്കിൽ അനുസരിച്ച് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്കാണ് കിട്ടാനുള്ള സാധ്യത. ഇനി കുറവ് കിട്ടുന്നവരെന്തായിരിക്കും? അവര് ഒരുപാട് പ്രതീക്ഷിച്ച് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് എഴുതി കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫർട്ട് എടുത്തിട്ടുണ്ടാകും. ഇനി ഈക്വൽ ആവാൻ സാധ്യതയുള്ളവർ എന്താ പറയുക? ഞാൻ 70 എഴുതി, നമ്മൾ ഒരു നേരിട്ട് എഴുതുന്ന കുട്ടികൾ 69, 70. ഞാൻ എഴുതിയത് അത്രയല്ലേ ഉള്ളൂ, എനിക്ക് അത്ര മതി, എനിക്ക് ഇത്രേ ഉള്ളൂ, എനിക്ക് അത് മാത്രം മതി, അതിൽ കൂടുതലും വേണ്ട കുറവും വേണ്ട. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കും ഇതിൽ ഇരിക്കണം, ഇതിൽ കൂടുതൽ. പക്ഷേ
നമ്മൾ നമ്മളെ വിലയിരുത്തുമ്പോൾ സാധാരണ സംഭവിക്കുക നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ വലിയൊരു പുലി സത്യത്തിൽ എവിടെയുണ്ട്? നിങ്ങളുടെ ഉള്ളിലുണ്ട്. മാധവ് പ്രദീപ് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയേക്കാൾ മികച്ച ഒരു പുലി എവിടെയുണ്ട്? മാധവന്റെ ഉള്ളിലുണ്ടാവും, അനന്തുവിന്റെ ഉള്ളിലുണ്ടാവും, അഹല്യക്കുട്ടയുടെ ഉള്ളിലുണ്ടാവും. നിങ്ങളുടെ ഉള്ളിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ മികച്ചൊരു സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് എപ്പോഴും നമ്മൾ അറിയുക ഉള്ള ഒരു എന്താ ചലഞ്ചിങ് ആയിട്ടൊരു സംഭവം ചെയ്തു കഴിയുമ്പോഴാണ് അറിയുക. അപ്പോ എല്ലാവർക്കും വിജയിക്കാനുള്ള സാധ്യത ഈ ലോകത്ത് ഇട്ടിട്ടുണ്ട്. അത് കണ്ടെത്തുന്നതിനും തേടി പിടിക്കുന്നതിനുള്ള സാമർഥ്യമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനെ പ്രാപ്തമാക്കുന്ന ഒരു ക്ലാസ് ആണ് നമ്മൾ പോസിറ്റീവ് കമ്മ്യൂണിറ്റി നേതൃത്വത്തിൽ ഇവിടെ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് ചിത്രങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കരുതിയിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടി പ്രദർശിപ്പിക്കാം. സാറേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ മക്കളെ, നമ്മൾ പഠനത്തെ കുറിച്ച് പറയും. പഠനം വളരെ സംഭവമാണ്. പഠന പാൽപ്പായസമാണ്, ആനയാണ്, തേങ്ങയാണെന്നൊക്കെ പറയും അല്ലെ? എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ പഠനം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല. ഞാൻ എളുപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 100 പേരിൽ എത്ര പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. പഠനത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുറച്ച് കഷ്ടപ്പെടേണ്ടതുണ്ട്. പക്ഷേ പഠനം പാൽപ്പായസമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠനം വളരെ സന്തോഷകരമായിട്ട് മനസ്സിലാക്കുന്ന ചെറിയ ചെറിയ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയും കൊണ്ടാന്ന് പറയും അല്ലെ? പായസം കുടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യം ഐസ്ക്രീം കഴിക്കുന്നത് പോലെ ഒക്കെ നമുക്ക് തോന്നും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്നുള്ളതിനെ കുറിച്ച് മക്കൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾക്ക് പറയാൻ പറ്റുമോ പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടത്തെ കുറിച്ച്? നാദിയ 07 മോളൊക്കെ പറയാൻ പറ്റുമോ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ? പറഞ്ഞോ. നല്ല ജോലി കിട്ടും. വാവ്, വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അവൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം നമ്മൾ. നാദിയക്ക് നല്ലൊരു ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. വേറെ അടുത്തൊരു ബെനിഫിറ്റ് പറയാൻ പറ്റുമോ? സൈദ. എഡ്യൂക്കേഷൻ ഇസ് ദ കീ ആണ്. എന്തൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ഇസ് കീ ടു സക്സസ് ആണോ? ഇപ്പൊ വുമൻസിനാണെങ്കിലും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെനിഫിറ്റ് ആണല്ലോ, നഷ്ടം ഉണ്ടാവില്ല. അതെ, മലാല യൂസഫ്സായി പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു പേനയ്ക്കും ഒരു പുസ്തകത്തിനും എന്ത് പറഞ്ഞാൽ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുള്ള ശക്തി ഉണ്ട് പറഞ്ഞു. അത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വിദ്യാഭ്യാസത്തിന് നല്ല പങ്കുണ്ട്. നിങ്ങൾ അപ്പൊ നേരത്തെ മോള് പറഞ്ഞു നല്ലൊരു പങ്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം. നമ്മള് ലോകത്ത് വിജയിച്ചിട്ടുള്ള നന്നായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒരു മഹാഭൂരിപക്ഷവും ആളുകൾ എന്താണ്, എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആയിരിക്കും അല്ലെ? ഇനി അവര് ഒരു ഔപചാരികമായിട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസം നേടിയിട്ടില്ലെങ്കിലും പിന്നീട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, വളരെ ബിസിനസ്സുകാരനാണ്, സാധാരണക്കാരനായിരുന്നു. അവൻ ജസ്റ്റ് ഇങ്ങനെ ഒരു 10ാം ക്ലാസ് ഒക്കെ പാസ്സായതാണ് പണ്ടേ കാലത്ത്. ഒരു ബിസിനസ് തുടങ്ങി, കഷ്ടപ്പെട്ട് ബിസിനസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ പ്രത്യേകിച്ച് സക്സസ് ആയ ആളുകളുടെ നമുക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നമ്മുടെ ഒരു അനിയൻ പയ്യന, അപ്പൊ പറഞ്ഞു ഏട്ടാ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഒരു ബുദ്ധിമുട്ടെന്ന് തോന്നുന്നത് എനിക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം ഇല്ല എന്നൊരു കുറവ് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു സുഖമായിട്ട് ഇപ്പൊ ഒരുപാട് സാധ്യതകൾ ഉണ്ടല്ലോ. അതിനുശേഷം അവൻ +2 എഴുതിയെടുത്തു, BA എക്കണോമിക്സ് പഠിച്ചു, പാസ്സായി. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ലൈഫ് ഫുൾഫിൽ ആവാൻ, ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതിനെല്ലാവരും നിങ്ങൾ സന്തോഷകരമായിട്ട് ജീവിക്കാൻ, ലൈഫ് സന്തോഷകരമായിട്ട് ജീവിക്കണമെങ്കിലും വിദ്യാഭ്യാസം വേണം. നമുക്കറിയാം ചില കുടുംബങ്ങളിലുണ്ട് അല്ലെ, ജോലി കുറവാണ്, വരുമാനം കുറവാണ്. ആ ഒരു ജീവിതത്തിൽ പോകുന്ന പാരന്റ്സിന് മക്കൾക്ക് അറിയാൻ കഴിയും. കാരണം അവരുടെ പാരന്റ്സിന് കുറച്ചും കൂടി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ലൈഫിൽ കുറച്ചും കൂടി മുകളിലേക്ക് പോകാമായിരുന്ന ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും. അതിനെല്ലാം നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. എന്താണ്? ലേണിംഗ് മീൻസ് ഏണിങ്സ്. ഏണിങ്സ് പറയുമ്പോൾ എന്താണ്? കാശ്, പണം, തുട്ട്, മണി അല്ലെ? കാശ്, പണം, തുട്ട്, വേണം ജീവിക്കാൻ എന്നൊരു പോളിസി ഉണ്ട് നമുക്ക്. അപ്പോ നമുക്കറിയാം കുടുംബത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ വാപ്പ, നമ്മുടെ അച്ഛൻ, അമ്മ ഒക്കെ
ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തരുന്നത്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം തരുന്നത്, നല്ല ജീവിത സാഹചര്യങ്ങൾ തരുന്നത്, അല്ലെ? സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ രണ്ട് കൂട്ടത്തിലുണ്ടാവും. ഒന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ടാവും, എന്നാൽ കുറച്ച് എഫർട്ട് എടുത്തിട്ട് പഠിച്ചു പോണവരുണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എഫർട്ട് എടുക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും കുറച്ച് എഫർട്ട് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ തളികയിൽ അങ്ങനെ ആരാണ് ഈ പ്രകൃതി തരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കാണെങ്കിലും പഠനം വളരെ സംഭവമാണ്. പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും, പണം കിട്ടും, സന്തോഷം കിട്ടും, ഒരു 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 ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, ഒരു സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലും കുറെ ആളുകൾക്ക് പഠനത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ എന്തൊക്കെയാണ് തടസ്സങ്ങൾ, പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ? പെട്ടെന്ന്. ഓർമ്മക്കുറവ്, വെരി ഗുഡ്, ശരിയാണ്. നാദിയ ഒന്നുകൂടി പറയൂ. വേറെ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ട് ഇല്ല. നിങ്ങളുടെ ക്ലാസ്സിൽ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ നിങ്ങളുടെ അത്ര പഠിക്കുന്നുണ്ടാവും. അവൻ പറയുന്നത് എനിക്ക് ശ്രദ്ധക്കുറവ്. ഓക്കെ, ആരാ? മാധവാണോ പറഞ്ഞേ ശ്രദ്ധക്കുറവ്? ഓക്കെ, ആൻഡ്രി, താങ്കളുടെ മുഖം നാം കാണുന്നുണ്ട്, പറഞ്ഞോളൂ. ശ്രദ്ധക്കുറവുണ്ട്, പിന്നെ ഒരുപാട് സോ മെനി റീസൺസ്. നിങ്ങൾക്ക് പഠിക്കാതിരിക്കാൻ വേണമെങ്കിൽ 101 കാരണങ്ങൾ നമുക്ക് തരാം. ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. എന്തൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും, ഹെൽത്ത് ഇഷ്യൂസ്, സംശയമുണ്ടോ? അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു നിരന്തരം അസുഖങ്ങൾ വരുന്ന ഒരു കുട്ടിക്ക്, ആരോഗ്യക്കുറവുള്ള ഒരു കുട്ടിക്ക് പഠനം എന്ന് പറയുന്നത് വിരസമായിരിക്കും. പഠനത്തോടുള്ള നെഗറ്റീവ് മനോഭാവം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ മനോഭാവം ഇമ്പോർട്ടന്റ്. ചിലർ ക്ലാസ്സിൽ പറയും, എന്തിനാണ് സാറെ പഠിക്കുന്നത്, പഠിച്ചിട്ട് എന്താ കാര്യം? പഠിക്കാതെ എത്ര ആളുകൾ ഇവിടെ ജീവിച്ച് നടക്കുന്നില്ലേ? പഠനത്തോടുള്ള നെഗറ്റീവ് മനോഭാവം, അതൊരു പ്രശ്നമാണ്. ചുറ്റുപാടുകളുടെ സ്വാധീനം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത് ആ സാഹചര്യം പഠനത്തെ ബാധിക്കും. പിയർ ഗ്രൂപ്പിന്റെ സ്വാധീനം, കുട്ടികളുടെ കൂടെ പഠിക്കുന്നവരുടെ സ്വാധീനം വലിയ പ്രശ്നമാണ്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറയും കണ്ണാപ്പി, പഠിപ്പിസ്റ്റ്, പഠിപ്പി, എന്തൊക്കെ ഓമന പേരാണ്. ഒരു ടീച്ചർ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞോനെ അന്ന് അവർ കഴിയുന്ന സമയത്ത് എന്താണ് ഇല്ലായ്മ ചെയ്യും, കൊന്നു കൊലവിളിക്കാനൊക്കെ പറഞ്ഞേക്കാം. അങ്ങനെയൊക്കെ ചില പരിപാടികൾ നമ്മുടെ കാണുന്നുണ്ട്. ഹോംവർക്ക് കൃത്യമായിട്ട് ചെയ്തു വന്നവനെ കൂട്ടുകാരെന്ത് ചെയ്യും? അവരിനെ ബാധിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് അവര് എന്ത് ചെയ്യും? ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വാധീനം. അപ്പൊ പിയർ ഗ്രൂപ്പ്, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ പോയിപ്പെടുന്നത്, പഠിക്കാത്ത ഗ്രൂപ്പിലാണോ നിങ്ങൾ പോയിപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു സാഹചര്യം മോശമാണ്. പഠിക്കുന്ന ഒരു ഗ്രൂപ്പ്, നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ പിയർ ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനം ഇതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. പരാജയ പേടി, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പരാജയപ്പെടുക എന്നുള്ളൊരു പേടി, ആത്മാഭിമാനത്തിന്റെ അഭാവം, അതുണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണം അവനവനെ കുറിച്ചൊരു അഭിമാനബോധം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം, പ്രചോദനത്തിന്റെ മോട്ടിവേഷൻ ഇല്ലാത്തതിന്റെ പ്രശ്നം, അല്ലെ? മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനത്തെ സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത്. മടി, ഈ സാധനം ഉണ്ടോ നിങ്ങൾക്ക്? മടിയുണ്ടോ? മടിക്ക് പണ്ടൊരു മരുന്നുണ്ടായിരുന്നു, മടിക്ക് മരുന്ന് വടി എന്നൊരു ചൊല്ല് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ടത് ഭയങ്കര പുലിവാല, വടിയൊന്നും എടുക്കാൻ പാടില്ല എന്നാ പറയുന്നത്. പക്ഷെ നമ്മുടെ സ്കൂളിലൊക്കെ വന്ന് നമ്മുടെ പാരന്റ്സ് പറഞ്ഞു, സാറേ വടിയല്ല, ഒലക്കെ എടുത്തിട്ട് അടിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലൊക്കെ അവൻ ജയിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ജീവിത ലക്ഷ്യത്തിന്റെ അപ്പൊ ഒരു ലക്ഷ്യമില്ല. രാവിലെ എണീക്കുന്ന എന്തിനാണ്? തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം എണീറ്റിട്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തള്ളി പയറ്റ് സ്കൂളിലേക്ക് വിടും. ശനിയാഴ്ച ഒരു ലക്ഷ്യമില്ല. അതുകൊണ്ട് എണീക്കുന്ന സമയം വളരെ കൗതുകരമായ സമയങ്ങളായിരിക്കും. എത്രയാണ് നിങ്ങളെ തന്നെ ചോദിച്ചിട്ട് എഴുതിയാൽ മതി. ഓർമ്മക്കുറവ്, നേരത്തെ ഒരാൾ പറഞ്ഞു. ഏകാഗ്രതയുടെ അഭാവം, കോൺസെൻട്രേഷൻ ഇല്ല. സ്വന്തം കഴിവുകൾ തിരിച്ചറിയാൻ, എനിക്ക് പഠിക്കാതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എത്ര പൂജ്യങ്ങൾ എഴുതാൻ പറ്റും എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് മറുപടി പറയാൻ കഴിയാത്തവരുണ്ട്. മാതാപിതാക്കളോടുള്ള വാശി, ചിലപ്പോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ അതിനൊരു ദേഷ്യപ്പെടുകയോ തല്ല് എന്നാ ഞാൻ പഠിച്ചിട്ട്, മറ്റു സിനിമയിൽ സലീം കുമാർ പറയണ പോലെ ഞാൻ പഠിച്ച് വലിയ ആളായി കാശ് കിട്ടി സമ്പന്നനായി കഴിഞ്ഞാൽ എന്റെ മാതാപിതാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാലോ, അങ്ങനെ നിങ്ങൾ ഇത്ര സുഖത്തിൽ ജീവിക്കണ്ട എന്നൊരു വാശി നമ്മൾ ചിലപ്പോൾ കാണിക്കും. ഈ സമൂഹത്തോടുള്ള ഒരു വാശി, ഈ സൊസൈറ്റിയെ ശരിയല്ല എന്നൊരു തോന്നലുണ്ടാവും. അവനവനോട് തന്നെയുള്ള ഒരു വാശി, ഞാൻ എന്താ അങ്ങനെ നന്നാവണ്ട, എന്തിനു നന്നാവണം, ഞാൻ നന്നായ വീട്ടുകാർക്ക് സുഖല്ലേ, അത് പാടില്ല. എങ്ങനെ പഠിക്കണം എന്നറിയാത്തത്. 16ാമത്തെ കാര്യം ഇമ്പോർട്ടന്റ് കാര്യമാണ്, എങ്ങനെ പഠിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരിട്ട് ഏറ്റുമില്ല എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു.
പഠനത്തിന് പ്രാധാന്യം അറിയാത്ത രക്ഷിതാക്കൾ ഉണ്ടാവും. അത് നമുക്ക് പറയുമ്പോ തോന്നും വളരെ കൗതുകരായിട്ട് തോന്നും. പക്ഷെ അങ്ങനത്തെ ഒരു കേസ് ഉണ്ട്, നമ്മുടെ നാട്ടുപുറത്തുണ്ടായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്ത എത്രയോ വീടുകളുണ്ട്, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാത്ത വീടുകൾ. അഭിനന്ദനത്തിന്റെ അഭാവം. ഓ, ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടുന്ന സമയത്ത് മോനെ നീ നന്നായിട്ടുണ്ട്, മാർക്കൊക്കെ വാങ്ങിച്ച് വീട്ടിൽ നിന്നും എന്ത് വേണം, അഭിനന്ദനങ്ങൾ വേണം. അപ്പൊ 18 അല്ല, 100-ൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും. തീർച്ചയായിട്ടും ഇത്രയൊക്കെ പറഞ്ഞു, 10-18 കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെ സന്തോഷകരമായി പഠിക്കാൻ കഴിയും എന്നുള്ളതിന് പഠിക്കാതിരിക്കാൻ നമ്മൾക്ക് 1000 കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ പഠിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മതി, ഒരേ ഒരു കാര്യം മതി നിങ്ങൾക്ക് സന്തോഷകരമായി പഠിക്കാൻ. ആ സാധനമാണ് പഠിക്കണം എന്ന ആഗ്രഹം മാത്രം മതി പഠനം സന്തോഷകരമാവാൻ. പഠിക്കണം എന്ന മനോഭാവം വളർത്തിയെടുക്കണം. എനിക്ക് ജോലി ലഭിച്ചാൽ, ഞാൻ പഠിച്ചാൽ എനിക്കുണ്ടാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാത്രം മതി. ഹെലൻ കെല്ലർ എന്ന അവരുടെ ഒരു വാക്കുകൾ ആരോ കുത്തി വരയ്ക്കുന്നുണ്ട്. കുത്തി വരയ്ക്കുന്നവനെ ഞങ്ങൾ എന്ത് ചെയ്യും? കുത്തിവര നിർത്തണമെന്ന് ആദ്യമായിട്ട് നമ്മൾ പറയാം. അപ്പൊ അതുകൊണ്ട് കുത്തി വരയ്ക്കരുത്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. നിങ്ങൾ അതിലെ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിനകത്ത് വികൃതമായിട്ടുള്ള വരകൾ വരും. അതുകൊണ്ട് ആരും സ്ക്രീനിൽ കുത്തി വരയ്ക്കരുത്. എനിക്കറിയാം എന്താണ്, നിങ്ങൾ ടെക്നോളജിയിൽ അധ്യാപകരെക്കാൾ മികച്ചവരാണ്, ശരിയല്ലേ? ഞാൻ ഒരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ്സിലെ +2 പഠിക്കുന്ന കുട്ടികളുമായിട്ടാണ്. എൻ്റെ കയ്യിൽ 20,000 രൂപയുണ്ട്. ഇതിന് ഇപ്പൊ മാർക്കറ്റിലുള്ള ഇതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഫോൺ ഏതാണെന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞു, സാറേ ക്യാമറ ഇത്ര വേണം, അതിന്റെ റാം ഇത്ര വേണം, മെമ്മറി ഇന്റേണൽ മെമ്മറി ഇത്ര വേണം എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്കഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമ്മളതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഒരു നേരെ കടയിലേക്ക് പോയിട്ട് വാങ്ങിച്ചാൽ മതി. ഷോപ്പിൽ ആരോടും ചോദിക്കും. നമ്മുടെ മക്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിരിക്കും. സോ ചുറ്റുപാടുള്ള ടെക്നോളജിയിൽ നിങ്ങൾ വളരെ ഡെവലപ്പാണ്. ഹെലൻ കെല്ലറുടെ വാക്കുകൾ ആലോചിച്ചു. ഏത് അധ്യാപികയ്ക്കും ഒരു കുട്ടിയെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകാം, എളുപ്പമാണ്. അവനങ്ങോട്ട് വലിച്ചെടുത്ത് അച്ഛനും കൊണ്ടുവരും അമ്മയ്ക്കും കൊണ്ടുവരും അല്ലെ, പുറത്ത് വെക്കണ പൈനെടുത്ത് ക്ലാസ്സിലങ്ങോട്ട് കൊടുത്ത് ഇരുത്താം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുത്താം, ഒരു കുഴപ്പമില്ല. എന്നാൽ എല്ലാ അധ്യാപകർക്കും അവനെ അല്ലെങ്കിൽ അവളെ, എഡ്വിനാണ് ഇതിനകത്ത് വരയ്ക്കുന്ന ആള് കേട്ടോ, അവനെ പഠിപ്പിക്കാൻ കഴിയണമെന്നില്ല. ക്ലാസ് കമുത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുക എന്ന് പറയും അല്ലെ. മക്കളെ കൊണ്ടുവന്ന് ക്ലാസ്സിൽ ഇരുത്താം, പക്ഷെ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകർ വിചാരിച്ച നടക്കില്ല. ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം. ഞാൻ പഠിക്കണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം, നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ആ ഒരു മനോഭാവം നമ്മൾ എന്ത് ചെയ്യണം? വളർത്തിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ മികച്ച രീതിയിൽ പഠനം സുഖകരമാവാൻ, നിങ്ങൾക്ക് പഠന ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ, പുസ്തകം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്, പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, മനസ്സിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റു പല തരത്തിലുള്ള പ്രശ്നങ്ങളും കാരണം പഠിക്കാൻ തോന്നില്ല എന്ന് പറയുമ്പോൾ, ഈ ഒന്നാമത്തെ കാര്യത്തിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കരുത്. അതായത് ഇനിയിപ്പോ മാർച്ച് മാസത്തിൽ വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കരുത്. പകരം നിങ്ങൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നങ്ങള് ചിന്തകളിലേക്കും ചിന്തകള് പ്രവൃത്തിയിലേക്കും കൊണ്ടുവരുമെന്ന് APJ അബ്ദുൽ കലാം പറഞ്ഞു. ഇതില് APJ അബ്ദുൽ കലാം അദ്ദേഹം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തമിഴ്നാട്ടില് രാമേശ്വരത്ത് ഒരു സാധാരണ സ്കൂളിൽ സാധാരണ അച്ഛന്റെയും അമ്മയുടെയും മകനായിട്ട് ചേർത്ത് APJ അബ്ദുൽ കലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്സ് അധ്യാപകൻ ഒരു ഫ്ലൈറ്റ് എങ്ങനെയാണ് ലാൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ ഇന്നത്തെ പോലെ അനിമേഷനോ ടിവിയോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടമാണ്. ഇപ്പൊ ഈ അധ്യാപകൻ ഏറ്റവും എളുപ്പം കാണുന്ന ഒരു കടൽക്കരയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കടൽക്കരയിൽ കൊണ്ടുവന്നിട്ട് ഒരു 10-45 വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട്, 6ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു കടൽക്കാക്ക കടലിലേക്ക് ഇങ്ങനെ വന്ന് ലാൻഡ് ചെയ്ത് കടലിൽ നിന്നും ചെറിയൊരു മത്സ്യത്തെ കൊത്തി പറന്നു പോകുന്ന മനോഹരമായ കാഴ്ച വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ ഒരു എയറോപ്ലെയിൻ താഴുന്നു, ആ ആംഗിളും ഇറങ്ങി വരുന്ന ആംഗിളും പറന്നുയർന്ന ആംഗിളും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന APJയുടെ മനസ്സിലേക്ക് അപ്പോൾ ഒരു സ്വപ്നം അങ്ങോട്ട് കടന്നുകൂടി. എന്താണ്? ഒരു എയറോപ്ലെയിൻ പറപ്പിക്കുന്ന ഒരു പൈലറ്റ് ആയിട്ട് മാറുക എന്നൊരു സ്വപ്നം. പിന്നീട് APJ അബ്ദുൽ കലാം പഠിച്ചത് 6ാം ക്ലാസ്സിലത്തെ പരീക്ഷ പാസ്സാവുന്നതിനോ 7ാം ക്ലാസ്സിലത്തെ പരീക്ഷ പാസ്സാവുന്നതിനോ 10ാം ക്ലാസ്സിലെയോ +2നോ പാസ്സാവുന്നതിന് വേണ്ടിയല്ല.
അദ്ദേഹം പഠിച്ചത് മുഴുവൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള വാണ്ട് ടു ബിക്കം എ പൈലറ്റ്. എനിക്ക് ഈ രാജ്യത്തിലെ ഒരു എയറോപ്ലെയിൻ പറപ്പിക്കുന്ന പൈലറ്റ് ആവണം എന്ന് ആഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. തമിഴ്നാട് പോലെ ഒരു രാമേശ്വരം കുഗ്രാമത്തിൽ നിന്നും ചെന്നൈയിൽ പോയിട്ട് അദ്ദേഹം പഠനം മാറ്റി. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട്. നോക്കൂ, അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹത്തെ എവിടെ എത്തിച്ചു? പൈലറ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് പോയ അദ്ദേഹം എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാം അല്ലെ. അദ്ദേഹം പൈലറ്റ് ആയില്ല, അതുക്കും മേലെ പോയി അല്ലെ. അതിന്റെ ഒരു എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഈ റോക്കറ്റുകൾ ആകാശത്തേക്ക് വലിയ ശൂന്യാകാശത്ത് വിക്ഷേപിക്കുന്നതിന്റെ തലവനായി മാറി. പിന്നെയോ രാഷ്ട്രപതിയായി. പിന്നെയോ ലോകത്തെ വിദ്യാർത്ഥികളെ മോട്ടിവേഷൻ ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം വളർന്നു. അപ്പൊ നോക്കൂ, ചെറിയൊരു 6ാം ക്ലാസ്സിലെ ആ ഒരു വിദ്യാർത്ഥി ഉള്ളിൽ നട്ട് നനച്ച് വളർത്തിയെടുത്ത ആ വിത്ത് വളർന്നു വന്നപ്പോൾ മനോഹരം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ? ഞാൻ പഠിക്കുന്ന എന്താവാൻ വേണ്ടി പഠിക്കണം എന്നൊരു ആഗ്രഹം. 2, ഇത് ഞാനൊക്കെ ക്ലാസ്സിലെ പെൺകുട്ടികളാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നക്കാര്. ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം. രാവിലെ ഭക്ഷണം കഴിക്കാതെ വരും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആരോഗ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നല്ല മനസ്സ് അല്ലെ, ശാന്തമായ ഒരു മനസ്സ് നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ആരോഗ്യമുള്ള ശരീരം നമുക്ക് ആവശ്യമാണ്. ഭക്ഷണത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പല മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഓർമ്മശക്തിയെ, നിങ്ങളുടെ പഠിക്കാനുള്ള സ്കില്ലിനെ അതുപോലെ നിലനിർത്തുന്നതിനെ മോർണിംഗ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യമുള്ള മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യമുള്ള ശരീരം വേണം. മനസ്സ് ആരോഗ്യമുള്ളത് എങ്ങനെ നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പോസിറ്റീവ് കമ്മ്യൂണിൽ നിങ്ങൾ വരുന്നതോട് കൂടിയിട്ട് വരുന്ന സെഷനുകളിൽ പറഞ്ഞു തരും. ആരോഗ്യമുള്ള ശരീരം നിലനിർത്താൻ നിങ്ങൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്ന, സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി തരുന്ന ആ ഭക്ഷണം നല്ല രീതിയിൽ രാവിലെയും ഉച്ചയ്ക്കും കഴിച്ചാൽ മതി. സ്കൂളിലേക്ക് നിങ്ങൾ ഭക്ഷണം കൊണ്ടുപോകുന്ന ഒരു ശീലം ഉണ്ടാവണം. നേന്ത്രപ്പഴം എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. സാഹചര്യങ്ങൾ, 3ാമത്തെ കാര്യം, സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കുക. എന്തൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കേണ്ടത്? 1, വീടാണ്. വീട്ടിലെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? അത് അനുകൂലമാക്കി മാറ്റും. കേൾക്കുമ്പോൾ കൗതുകമൊക്കെ തോന്നും. വീട്ടില് സീരിയൽ കാണുന്ന അച്ഛമ്മയോ അമ്മമ്മയോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ ആ പഠിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു വളരെ ഏകാന്തമായിട്ടുള്ള പഠനത്തിന് അനുകൂലമായ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നത്. കേൾക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ മക്കൾക്ക് അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇനി പഠനത്തെക്കുറിച്ച് വലിയ പ്രാധാന്യം അറിയാത്ത രക്ഷിതാക്കളുണ്ടാവും. ഞാൻ പണ്ട് ഒരു 4-5 കൊല്ലം മുമ്പ് വായനശാലയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു +1 പഠിക്കുന്ന ഒരു പെൺകുട്ടി, തൊട്ടടുത്ത ഉള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാഷെ അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ മോളെ? അച്ഛൻ കുറച്ച് ഇങ്ങനെ മോളെ അടിക്കുന്ന ഒരു ശീലക്കുള്ള ഒരാളാണ്, പ്രശ്നക്കാരനാണ്. അപ്പൊ പറഞ്ഞു വീട്ടിലിരുന്ന് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വിഷയം? അപ്പൊ എന്താന്ന് പറഞ്ഞാൽ രാവിലെ വൈകുന്നേരത്ത് 6:30 മുതൽ 9:30 വരെ ഒരു കൂട്ടുകുടുംബം പോലെയാണ്. അടുത്തടുത്ത് ചെറിയ ചെറിയ വീടുകളാണ് എല്ലാവരും. അവരുടെ അച്ഛന്റെ പെങ്ങന്മാര്, അച്ഛന്റെ അനിയന്മാരൊക്കെ താമസിക്കും. ഇവരെല്ലാം വളരെ ലൗഡായിട്ട് TV വെക്കും. വളരെ ബുദ്ധിമുട്ടാണ്. ഈ ശ്രീത എന്ന് പറഞ്ഞ ആളെ ഒന്ന് മ്യൂട്ട് ചെയ്യണം മോളെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് അവിടുന്ന് ശബ്ദം കേൾക്കുന്നത് മൊത്തത്തില് കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ശബ്ദം നിങ്ങളെ എത്രയുണ്ട് ബാധിക്കുന്നുണ്ടാവും? നല്ലോണം ബാധിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടി എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വളരെ കൗതുകം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു 9:30 ശേഷം പഠിക്കാലോ. അപ്പൊ പറഞ്ഞു 9:30 സാറേ അച്ഛൻ വരിക. പിന്നെ ഏഷ്യനെറ്റ് ന്യൂസ് മുതലുള്ള സകലമാന ന്യൂസ് ചാനലുകൾ വെക്കും 11-11:30 വരെ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ ഒരു സമയം കിട്ടി കഴിഞ്ഞപ്പോ ഞാൻ പതുക്കെ അവളുടെ അച്ഛനോട് പറഞ്ഞു, മകള് +2 അല്ലേ പഠിക്കുന്നത്, പഠിച്ചു വളർന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ തീരൂലോ, അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? പറഞ്ഞു സാഹചര്യം ഇല്ലേ, ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ, പഠിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട്, ട്യൂഷൻ അടയ്ക്കാനുള്ള പൈസ എല്ലാം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വീട്ടിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം, വീട് വന്ന് പഠിക്കുന്ന ഒരു സ്ഥലത്തിന് വേണം. അപ്പൊ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അന്ന് മുതൽ അദ്ദേഹം 6:30 വീട്ടിലെത്തും. അദ്ദേഹം വീട്ടിലെത്തുന്നതോട് കൂടി എന്തായി, സമീപത്തുള്ള TV സീരിയലൊക്കെ വളരെ പതുക്കെയാക്കി, ശബ്ദം കുറച്ചു. വീട്ടിലും പ്രശ്നങ്ങളില്ല. ആ കുട്ടി +2 1150 മാർക്ക് വാങ്ങി പാസ്സായി. BSc നഴ്സിംഗിന് പോയി. ഇന്ന് വിദേശത്ത് പോയി. അവൾ സമ്പാദിക്കുന്ന പൈസ കൊണ്ട് ആ കുടുംബം സാമ്പത്തികമായിട്ട് എത്രയോ ഉയർന്ന നിലയിലേക്ക് വളർന്നു പോയി. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഉത്തരവാദിത്തമുള്ള മക്കളാണ്.
നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോട് പറയണം, എനിക്ക് ഇങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകളുണ്ട് അച്ഛ അമ്മേ, ഞാൻ പഠിക്കുന്ന സമയത്തെങ്കിലും എനിക്ക് നിങ്ങൾ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി തരണം എന്ന് പറയണം. രണ്ടാമത്തെ കാര്യം പഠനമുറി. നമ്മളിരിക്കുന്ന പഠനമുറി, ഒരു വ്യക്തിയുടെ പഠനമുറിയിലേക്ക് കയറിയാൽ ആ വിദ്യാർത്ഥി പഠിക്കുന്ന ആളാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് അറിയാം. ഒരു നീറ്റ് ആയിട്ടുള്ള പഠനമുറി നമുക്ക് വേണം. കാരണം രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് വളരെ ചെതറി കിടക്കുന്ന പുസ്തകങ്ങളും വാരി വലിച്ചിട്ടിരിക്കുന്ന സാധനങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് രാവിലെ എന്താ ചെയ്യുക, അവിടെ ഇരിക്കാൻ തോന്നില്ല. അപ്പൊ പഠനമുറി വളരെ വൃത്തിയായിട്ട്, അധിക സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ മാക്സിമം ഒരു പരമാവധി +2 പഠിക്കുന്ന കുട്ടികൾ പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അവിടെ വെക്കണം. അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റുക. മൊബൈൽ ഫോൺ എന്ന സാധനം അതിന് പരിസരത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ പഠനമുറി നമ്മൾ വൃത്തിയായിട്ട് വെക്കണം. സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സുഹൃത്തുക്കൾക്ക് പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു സ്ഥലങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പഠനമുറി എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ മനോഹരമാവണം ഒന്നുമില്ല. ഏതൊരു ചെറിയ വീടാണെങ്കിലും നിങ്ങൾ പഠിക്കുന്ന മുറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മുറിയായിരിക്കണം. ഒപ്പം തന്നെയാണ് എല്ലാ സമയത്തും ഒരേ സ്ഥലത്ത് ഇരുന്ന് പഠിക്കുന്നതിന് പകരം നമ്മൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിലേക്ക് കൂടി മാറിയിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡിസ്ട്രാക്ഷൻസ്, നാലാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയർ വരുന്ന കുട്ടികളോട് നമ്മൾ ചോദിക്കും, എഴുതി ചോദിക്കും, എന്താണ് നിങ്ങളെ പഠനത്തെ പിന്നോക്കം നടിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ കുട്ടികളും പറയും, 60 കുട്ടികളുണ്ടെങ്കിൽ 60 കുട്ടികളും പറയുന്ന ഒരു കാര്യം മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. ഈ ഒരു ഡിജിറ്റൽ ഗാഡ്ജറ്റ് നമ്മുടെ ലൈഫിലേക്ക് വന്നതോടുകൂടി ഈ ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ മികച്ച വിദ്യാർത്ഥികൾ പലരും പിന്നാക്കം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് വളരെ തന്ത്രപൂർവ്വം നിങ്ങൾ മാറ്റി. കാരണം ഇത് വളരെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്, ഒരുപാട് നല്ല ഗുണങ്ങൾ, വളരെ കുറച്ച് ദോഷങ്ങളെ ഫോൺ കൊണ്ട് ഞാൻ പറയും ഉണ്ടെങ്കിലും ഇതിന്റെ സാന്നിധ്യം, പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടേബിളിന്റെ മുകളിലുള്ള സാന്നിധ്യം ഇത് നിങ്ങളെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ്, കൂട്ടുകാര് ഫോൺ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ഇതൊന്ന് മാറ്റി നിൽക്കണം. കൂട്ടുകാരോടൊപ്പം വൈകുന്നേരങ്ങളിൽ പുറത്തു പോകുന്നത് അതൊന്നും ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ആണ്. ഈ നമ്മുടെ ചിന്തകളെ വേറെ എവിടേക്കെങ്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് കാരണങ്ങൾ മൊബൈൽ ഫോണിന് വളരെ ഉണ്ട്. ഒപ്പം തന്നെയാണ് അപക്വമായിട്ടുള്ള പ്രണയങ്ങൾ നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്നു. ഇതിനെല്ലാം ഈ നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കി കളയാണെങ്കിൽ വളരെ ഗുണകരം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് ഈ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കാൻ. ഈ 2 സാധനങ്ങൾ, മൊബൈൽ ഫോണിൽ നമ്മൾ അലാറം വെക്കുക, എന്ത് ചെയ്യും, രാവിലെ എണീക്കും, മൊബൈൽ ഫോണിൽ അലാറം വെച്ച് എണീക്കും, എണീറ്റ് കഴിഞ്ഞാൽ അതിന് നോട്ടിഫിക്കേഷൻ വരും, നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കും. 5 മണിക്ക് മൊബൈലിലേക്ക് തല കൂത്തിയിട്ട ഒരു വ്യക്തി പിന്നെ എണീക്കുന്നത് 7 മണിക്കായിരിക്കും. കാരണം എന്താ, അതിൽ നോട്ടിഫിക്കേഷൻ നമ്മളെ അത്രയും ആകർഷിച്ചുകൊണ്ട് പോകുന്നതാണ്. നിങ്ങൾ പോലും അറിയാതെ അതിന് അഡിക്റ്റ് ആവുന്നുള്ള ഡിക്ഷണറി, ഇതും നമ്മൾ മൊബൈലിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. ഒരു ചെറിയൊരു ഡിക്ഷണറി ഇപ്പൊ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വൊക്കാബുലറിക്ക് ആവശ്യമായിട്ടുള്ള ഡിക്ഷണറി കിട്ടും. ഒരു 150 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള എന്ത് കിട്ടും, ഒരു ഞാൻ എന്റെ മക്കൾക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഒരു അലാറം ക്ലോക്കാണ്, അവർക്ക് എണീക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സാധനം, മൊബൈൽ ഫോണിലല്ല അലാറം ഇതിൽ വെക്കണം. കാരണം വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഇതൊരു ശല്യമായി മാറണം. 5 മണിക്ക് അലാറം അടിച്ചു കഴിഞ്ഞാൽ അയലൊക്കെക്കാരും കൂടി എണീക്കണം, നമ്മളും എണീക്കണം. അത് നമ്മളെ ഒന്നൊന്ന് ഉണർത്തി വിടാനുള്ള ഒരു കാരണം. നേരത്തെ എണീക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഫോണിൽ അലാറം വെക്കുകയും ഫോണിൽ ഡിക്ഷണറി നോക്കുകയും എന്ന് പറയുന്നത് തന്നെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വരും അല്ലേ. നിങ്ങളുടെ ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും, അതിനകത്ത് നിങ്ങളുടെ ചങ്കൊരു മെസ്സേജ് ഇട്ടുണ്ടാവും, നിങ്ങൾ അവനൊരു മറുപടി ഇടും. ഇപ്പൊ വെയിറ്റിംഗ് ആണ്, ആരോ ടൈപ്പ് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ അവിടുന്ന് ഒരു മെസ്സേജ് വരും, അതിനൊരു കൗണ്ടർ നമ്മൾ അങ്ങോട്ട് കൊടുത്തു, ഒരു കമന്റ് ഇട്ടു. ഇത് എങ്ങനെയാണ് നമ്മുടെ സമയം ഒരുപാട്, കുട്ടികളെ മാത്രമല്ല മുതിർന്നവരെ പോലെയും ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ഇട്ട്. അതുപോലെ തന്നെയാണ് ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞാൽ അല്ലെ, എത്ര മടക്കിയാലും തീരാത്ത പായ എന്ന് റോഡിനെ കുറിച്ച് പണ്ട് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ പറയാ ഫേസ്ബുക്ക്, ഇൻസ്റ്റയാണ്. എത്ര വീഡിയോസ് ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അടുത്തത്, ഈ പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ്. പഠിച്ചു കഴിഞ്ഞാലുള്ള നേട്ടങ്ങളെ കുറിച്ച്. ഒപ്പം തന്നെ നല്ല അവസരം ഉണ്ടായിട്ടും ഇത്രയും കാലം അച്ഛനും അമ്മയും ഒരു സംവിധാനം ഒരുക്കി തന്നിട്ടും, സർക്കാർ ഒരു സംവിധാനം തന്നിട്ടും, മികച്ച അധ്യാപകരെ മികച്ച ക്ലാസ് എടുത്ത് തന്നിട്ടും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കോൺസിക്വൻസ്, പരിണിത ഫലങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണം. കാരണം പഠനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾ
ഈ 10ൽ പഠിക്കുന്ന കുട്ടികളാണ്, +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ അടുത്ത ഒരു ഹയർ സ്റ്റഡീസിന് ആഗ്രഹിക്കും. നിങ്ങൾ ആഗ്രഹിച്ചൊരു കോഴ്സോ നിങ്ങൾ ആഗ്രഹിച്ചൊരു കോളേജോ നിങ്ങൾക്ക് കിട്ടില്ല. +2ലും അത് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു കോഴ്സ്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച് മികച്ച മാർക്ക് വാങ്ങിയ കുട്ടികൾ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നല്ല സ്കൂളുകളിൽ പോയി പഠിക്കുന്ന സമയത്ത്, യാത്രാ സൗകര്യമുള്ള നല്ല ടൗണിലുള്ള നല്ലൊരു സ്കൂളിൽ പോയി പഠിക്കുന്ന സമയത്ത് പഠിക്കാതിരുന്ന ഒറ്റ കാരണം കൊണ്ട് ഇത്ര സാഹചര്യങ്ങൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് കിട്ടിയ അതേ സാഹചര്യം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ ഉദ്ദേശിച്ച കോഴ്സോ നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളോ നിങ്ങൾക്ക് കിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. ഇനി എന്താണ്, നല്ലൊരു അവസരം കിട്ടിയിട്ടും നമ്മൾ പഠിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ മുകളിലേക്കുള്ള എല്ലാ യാത്രകൾക്കും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാക്കും. അതൊന്ന് ആലോചിച്ചാൽ മതി. വിജയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും കൂടെയുള്ളവരെല്ലാം കയറി പോകുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും താഴ്ത്തേക്ക് വരും. അപ്പൊ ഈ കിട്ടിയില്ലെങ്കിലുള്ള കോൺസിക്വൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ കോൺസിക്വൻസ് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ പടം ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലുള്ള ആളുകൾക്കൊക്കെ, കുട്ടികൾക്കൊക്കെ അറിയാൻ കഴിയും. ഇദ്ദേഹത്തിന്റെ പേര് പറയാൻ കഴിയും ആർക്കെങ്കിലും? ഇദ്ദേഹത്തിന്റെ പേര് പി. വിജയൻ എന്നാണ്. അദ്ദേഹം കോഴിക്കോടുകാരനാണ്. ഇദ്ദേഹത്തിന്റെ കഥ വളരെ രസകരമായ ഒരു കഥയാണ്. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയായത്. ഇദ്ദേഹം 10ാം ക്ലാസ്സിൽ തോറ്റ ഒരു വിദ്യാർത്ഥിയാണ്. 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി ഗംഭീരമായി തോറ്റു. തോറ്റതിൽ അദ്ദേഹത്തിന് ഒരു സങ്കടം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വിജയനെ മനസ്സിലായി. ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്ന് അദ്ദേഹത്തിന് അറിയാതെ തോറ്റതുകൊണ്ട് ഒരു സങ്കടം ഉണ്ടായില്ല. ഹാപ്പിയായി അല്ലെ? പലർക്ക് റിസൾട്ട് തോറ്റു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം, ഇനി പഠിക്കണ്ടല്ലോ. അതേപോലത്തെ ഒരു കുട്ടിയായിരുന്നു വിജയൻ. അദ്ദേഹം തോറ്റു കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം പോലെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു പണിക്ക് അദ്ദേഹം പോകാൻ തുടങ്ങി. എന്താണ് പണി? പണി എന്ന് പറയുന്നത് ഈ നമ്മുടെ വീട് പണിയുമ്പോൾ ചുമര് കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെങ്കല്ല് വെട്ടുന്ന മടയില് ചെങ്കല്ല് വെട്ടലും ചെങ്കല്ല് ഏറ്റലും ചുമര് കെട്ടലൊക്കെയായിരുന്നു അദ്ദേഹത്തിന് പണി. കാരണം പണിയെടുത്താൽ പൈസ കിട്ടും. അപ്പൊ വിജയന്റെ വിചാരം ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പഠിക്കലാണ് എന്നുള്ളതാണ് വിജയന്റെ ഒരു വിചാരം, നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പോലെ. അപ്പൊ അങ്ങനെ വിജയ് ഒന്നാമത്തെ ദിവസം പണിക്ക് പോയി, ഹാപ്പിയാണ്. വൈകുന്നേരത്ത് കൂലി കിട്ടി, കാശ് കിട്ടി, സന്തോഷം. കൂട്ടുകാരോടൊക്കെ വർത്താനം പറഞ്ഞ് വീട്ടിൽ വന്നാൽ പഠിക്കേണ്ട കാര്യമില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാൻ. രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ഒരു 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ വിജയൻ ഒരു കാര്യം മനസ്സിലായി, ഇത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. കാരണം കല്ലുകൾ എടുത്തു കൊടുക്കുമ്പോൾ അതിന്റെ ഷാർപ്പായ ഭാഗങ്ങളിൽ കയ്യിൽ കൊണ്ട് മുറിയുന്നു. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ നടക്കുന്നില്ല. സമാധാനമായിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണം, ഫാനിന്റെ ചോട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുന്നില്ല. പൊരി വെയിലത്ത് കല്ലേറ്റി കല്ല് ചെത്തി തളർന്ന കൈകൾ പൊട്ടിയ വിജയൻ വൈകുന്നേരത്ത് വന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ചൂട് ചോറും കറികളും കയ്യിലാവുമ്പോ കൈ നീറാൻ തുടങ്ങി. അമ്മ കാണുന്നുണ്ട്. ആ നീറല് അദ്ദേഹത്തിന്റെ മനസ്സിലേക്കാണ് പടർന്നത്. കാരണം പഠിക്കാൻ അവസരമുണ്ടായിട്ടും പഠിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം ആ ഒരു നിമിഷം വിജയന്റെ ഉള്ളിലേക്ക് കയറി. ഇനി എങ്ങനെ തിരിച്ചു നടക്കും? അതൊരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മളെല്ലാം ആദ്യമായിട്ടൊന്ന് പരാജയപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും ജീവിതം തീർന്നു എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ അപ്പുറത്തും നമുക്ക് വീണ്ടും യുദ്ധം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വീണ്ടും സമയം കിടക്കുന്നു. ഈ വിജയൻ എന്ന് ആലോചിച്ചു എന്ത് ചെയ്യും? കാരണം ഈ കല്ലൊക്കെ പൊക്കി കൊടുക്കുമ്പോൾ ഒരു 15 വയസ്സ് 16 വയസ്സായ ഒരു ബാലനെ ഉയർത്തുന്നതിനേക്കാൾ കൂടുതൽ കനമുള്ള 35-40 കിലോ വെയിറ്റ് ഉള്ള കല്ലുകളാണ് വലിയ ആളുകൾ പണിയെടുക്കുന്നത്. അപ്പൊ എത്ര ദിവസം? 1-2 ദിവസം ഒരു പ്രശ്നമല്ല. കാറ്ററിംഗ് ജോലിക്ക് പോകുന്ന നമ്മുടെ മക്കളുണ്ട്. പോയി കഴിഞ്ഞാൽ 400 രൂപ 500 രൂപയും കിട്ടുമ്പോൾ അവര് ഒറ്റ ദിവസം കൊണ്ട് പണി തീരും. കടകളിൽ വീക്കെൻഡുകളിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന മക്കളുണ്ട്. പക്ഷെ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് നിങ്ങൾ കാണുന്ന ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ കൂടെ കടകളിലേക്ക് ചെല്ലുമ്പോൾ, മറ്റുള്ള കടകളിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെയുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ നിന്നുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. 7000 രൂപയ്ക്കും 8000 രൂപയ്ക്കും ചെറിയ ജോലി ചെയ്ത് ഒരു കുടുംബം പുലർത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്രയോ കുട്ടികളെ, എത്രയോ മക്കളെ നമുക്ക് അറിയാൻ കഴിയും. അവർക്ക് 2 മണിക്കൂർ നിൽക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു കസേരയിൽ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കുന്ന സമയത്ത് നോക്കൂ, 10 മണി മുതൽ 4 മണി വരെ കറങ്ങുന്ന 4 ഫാനിന്റെ ചോട്ടിൽ അധ്യാപകരുടെ വാക്കുകൾ കേട്ട്
പഠിച്ച് മികച്ച നിലയിലേക്ക് എത്താൻ അവസരമുണ്ടായിട്ടും അവിടെ കാട് കയറി കളിച്ചുകൊണ്ട് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ട് അധ്യാപകരെടുക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സിൽ വരാത്തത് കൊണ്ട് അധ്യാപകർ പാരന്റ്സ് പറയുന്നത് കേൾക്കാത്തത് സമയം കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാളെ കാത്തിരിക്കുന്നത് പഠിക്കാത്തവരുടെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളാണ്. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടും. കഷ്ടപ്പെട്ട് പഠിക്കണം. ഇഷ്ടത്തോടൊപ്പം കഷ്ടം കൂടി ചേരും. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി കിട്ടും. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഈ പി വിജയന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ ഒരു മുതിർന്ന ആളോട് പ്രശ്നം പറഞ്ഞു. ജീവിതത്തിൽ അത്ര എളുപ്പമല്ല. ഒരു ദിവസം വൈകുന്നേരം വരെ പണിയെടുക്കാൻ അത്ര എളുപ്പമല്ല. എനിക്ക് പഠിക്കണം, പഠനത്തിന് തിരിച്ചു വരണം. അവിടെയുള്ള വായനശാലയിലെ സായാഹ്ന ക്ലാസ്സുകളിൽ പി വിജയൻ ചേർന്നു. ആ ഒരു വർഷം, അടുത്ത വർഷം കൊണ്ട് അദ്ദേഹം SSLC എഴുതി പാസ്സായി. SSLC കഴിഞ്ഞു, പ്രീ ഡിഗ്രി കഴിഞ്ഞു, BA എക്കണോമിക്സ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. അവിടുന്ന് അതും കഴിഞ്ഞു. അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ നേടി, ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അപ്പോഴാണ് സിവിൽ സർവീസിനെ കുറിച്ച് കേൾക്കുന്നു. ഒരു പുസ്തകം വായനയിലൂടെ അദ്ദേഹം അറിവ് കിട്ടുന്നു. അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടിയിട്ട് അദ്ദേഹം ട്രൈ ചെയ്യുന്നു. അങ്ങനെ 32ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു IPS-കാരനായിട്ട് ഒരു ഇന്ത്യൻ പോലീസ് സർവീസിൽ ഒരു മികച്ച കാൻഡിഡേറ്റായിട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തെ അറിയും പി വിജയൻ IPS എന്ന് നമ്മൾ അറിയപ്പെടുന്നു. ഇന്ന് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്ന വലിയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ കൊണ്ടുവരുന്നതിന്റെ സൂത്രധാരൻ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം ഒരു വലിയൊരു ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു സംഘടനയിലെ അദ്ദേഹത്തെ ഓണറിങ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നോക്കൂ, പി വിജയൻ 10ാം ക്ലാസ് തൊട്ട് കല്ലേറ്റാൻ പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നേട്ടം? അപ്പോ ആ നേട്ടങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കയ്യിലുള്ള സ്കില്ലുകളെ കുറിച്ച് നിരന്തരം ആലോചിക്കുകയും അങ്ങനെ ഞാൻ മികച്ച രീതിയിൽ പഠിച്ചാൽ ഞാൻ എവിടെ എത്തും എന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ എവിടെ എത്തും എന്ന് കൂടി ആലോചിക്കണം. ഭാവിയിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ജോലിയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇന്ന് പഠിക്കുന്നതിനനുസരിച്ചിരിക്കും. ഇങ്ങനെയുള്ള നിരവധി വ്യക്തികളുടെ മോട്ടിവേഷൻ കഥകൾ നമ്മുടെ ഈ നമ്മൾക്ക് കേൾക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ എത്ര കണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്? ഒന്നും വേണ്ട, നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചാൽ മതി. അവർ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയും. ഞാൻ പറയാം, 5 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ 4 മണിക്ക് എണീറ്റുകൊണ്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് നടു ഒടിഞ്ഞ് കടഞ്ഞുകൊണ്ട് കടന്നുറങ്ങുന്ന അമ്മമാര് രാവിലെ 4 മണിക്ക് എണീറ്റ് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അച്ഛനും ആങ്ങളമാർക്ക് ജോലിക്ക് പോകുന്നതിന് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ഒരു സാധനം എണിക്കാൻ കഴിയാത്ത നിങ്ങൾക്കില്ല എന്നാണ്. അവർക്ക് ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചോദിച്ചു നോക്കണം, വൈകുന്നേരത്തെ വീട്ടിലെ പണി എല്ലാം ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുമ്പോൾ രാവിലെ ഒരു 6 മണി വരെ കിടക്കണമെന്ന് ആഗ്രഹമുള്ളവർ തന്നെയാണ് നമ്മുടെ പാരന്റ്സ്. പക്ഷെ അവരിനെ ആ ബെഡിൽ അല്ലെങ്കിൽ ആ പായൽ കിടത്തി ഉറക്കാത്തത് അവർക്കൊരു ഉത്തരവാദിത്ത ബോധമുള്ളത് കൊണ്ട് എന്റെ മക്കൾക്ക് കൃത്യമായിട്ട് സ്കൂളിൽ പോകണമെങ്കിൽ, എന്റെ ഭർത്താവിന് കൃത്യമായിട്ട് ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കിയാലേ പോകാൻ കഴിയൂ എന്ന ഒരു ഉത്തരവാദിത്തം ഉള്ളതും. അങ്ങനെ ഉത്തരവാദിത്തം ഉള്ളവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. നോക്കൂ, ഈ പി വിജയൻ IPS-ന്റെ കഥ നമ്മൾ ആലോചിക്കുമ്പോൾ ഒന്നുമില്ല, സാധാരണ പോലെ നിങ്ങളുടെ അത്ര പോലും കഴിവില്ലാത്ത ഒരു വളരെ സാധാരണമായ കഴിവ് മതി. പക്ഷേ അസാധാരണമായിട്ട് നമ്മൾക്ക് വേണ്ടത് എന്താണ്? സ്ഥിരമായ പരിശ്രമമാണ്. നിരന്തരമായിട്ടുള്ള പഠനം എന്ന് പറഞ്ഞത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു ദിവസം പഠിച്ചുകൊണ്ട് മറ്റേ ദിവസം പഠിക്കാതിരിക്കുക എന്നുള്ള, എല്ലാ ദിവസവും നമ്മൾ കുറേശ്ശെ ഒരു വിദ്യാർത്ഥിയാണെന്നൊരു ബോധം നമ്മുടെ കയ്യിലുണ്ടാവണം. വിദ്യാർത്ഥി ബോധം എന്ന് പറയുമ്പോൾ എല്ലാവരും വേണം. അല്പാഹാരം ജീർണ വസ്ത്രം കാകദൃഷ്ടി വിദ്യാർത്ഥിക്ക് വേണം. അല്പാഹാരം, കാകദൃഷ്ടി, കാക്കയെ പോലെ നമുക്ക് ദൃഷ്ടി വേണം. ജീർണ വസ്ത്രം, ഇതിലേതൊക്കെ നമ്മൾ ഉണ്ട് നോക്കാം. നമ്മുടെ ക്ലാസ്സിലെ പയ്യന്മാരെ ഉച്ചയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ ബിരിയാണി അടിച്ചുകൊണ്ടാണ് വരിക. ബിരിയാണി അടിച്ച് വയറ് നിറയെ ബിരിയാണി അടിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ക്ലാസ്സിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എത്ര മനോഹരമായ ക്ലാസ്സിൽ എടുത്താലും മനോഹരമായിട്ട് ഹെലികോപ്റ്ററിനേക്കാൾ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഉറക്കം വരിക്കുന്നതിന് സാധനം. അപ്പൊ അമിതമായ ആഹാരവും തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. സർ തോമസ് വാക്സന്റെ ഈ വാക്കുകൾ നിങ്ങൾ എടുക്കണം. നിങ്ങൾ സാധാരണക്കാരനായിരിക്കാം, നിങ്ങളുടെ അച്ഛനും അമ്മയും സാധാരണക്കാരനായിരിക്കാം, നിങ്ങൾ ജനിച്ചത് സാധാരണ വീടുകളിലായിരിക്കാം, വളരെ മോശമായ സാമ്പത്തിക സ്ഥിതി ആയിരിക്കാം. പക്ഷേ ഈ വിജയനെ പോലെയുള്ള, APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹത്തായ വ്യക്തികൾ എല്ലാം വളർന്നു വന്നത് സാധാരണ കുടുംബങ്ങളിൽ നിന്നാണ്. അവർക്കുള്ള ഒരു കാര്യം മാത്രം നമ്മൾ എടുത്താൽ മതി, അസാധാരണമായ സ്ഥിരമായ പരിശ്രമം. നിരന്തരം പരിശ്രമിച്ചാൽ എന്തും നേടാൻ കഴിയും എന്ന് പറയുന്നു. നിങ്ങൾക്ക് ജയിക്കാൻ, സക്സസ് ആവാൻ വേണ്ടിയിട്ട് 5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആർക്കെങ്കിലും അതിലത്തെ ഒരു കാര്യം പറയാൻ കഴിയുമോ?
സ്ഥിരോത്സാഹം, സ്ഥിരോത്സാഹം പറഞ്ഞു അല്ലെ. പിന്നെ ഞാൻ പെട്ടെന്ന് സാധനങ്ങൾ ഇടാം. ആത്മവിശ്വാസം, സ്വപ്ന സാക്ഷാത്കാരത്തിനായി പഠിക്കുക. നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്തുകൊണ്ട് പഠിക്കണം. APJ അബ്ദുൽ കലാമിനെ ഓർക്കണം. ആരോഗ്യമുള്ള മനസ്സിന് ആരോഗ്യമുള്ള ശരീരം. വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ടാക്കി തരുന്ന മനോഹരമായ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമാണ്. വീട്, സുഹൃത്തുക്കള്, ഇരിക്കുന്ന മുറി നമ്മൾ സെറ്റ് ചെയ്യണം. അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസിൽ ഫോണിന്റെ ഒരു സാന്നിധ്യം വളരെ പ്രശ്നമാണ്. പുസ്തകവും മൊബൈൽ ഫോണും കൊണ്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ പുസ്തകം അവിടെ ഇരിക്കും, മൊബൈൽ ഫോൺ ആയിരിക്കും നമ്മുടെ കയ്യിലിരിക്കുക. പഠിത്തവും പുസ്തകവും അവിടെ ഇരിക്കും, മൊബൈൽ ഫോണിലായിരിക്കും നമ്മുടെ കളി. തിങ്ക് അബൌട്ട് ദ ബെനിഫിറ്റ്സ്. നിങ്ങൾ പഠിച്ചാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് ചിന്തിക്കണം. ആൾസോ തിങ്ക് അബൌട്ട് ദ നെഗറ്റീവ് കോൺസിക്വൻസസ്. പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം. ഇത്രയും 5 കാര്യങ്ങൾ ലൈഫിലേക്ക് ഒന്ന് ചേർത്ത് വെക്കണം. ടു ബൂസ്റ്റ് കോൺഫിഡൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് വർദ്ധിപ്പിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള താരതമ്യം ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവും, താരതമ്യം ചെയ്യരുത്. നിങ്ങൾ താരതമ്യം ചെയ്യേണ്ടത് ആരായിട്ടാണ്? അവനവനുമായി താരതമ്യം. ഇന്നലെ പഠിച്ച നിങ്ങളെ ഇന്ന് പഠിക്കുന്ന നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യണം. അപ്പൊ ഓരോ ദിവസവും കൂടി വരണം. പരീക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ മികച്ച വിദ്യാർത്ഥികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴത്തേക്ക് പോകും. കാരണം അവര് മികച്ച മാർക്ക് വാങ്ങിക്കണം. അത് അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. അവര് ഒരു പരീക്ഷയെ പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നത് കൊണ്ടാണ്, നമ്മളത് ചെയ്യാത്തത് കൊണ്ടാണ്. പക്ഷെ ഞാൻ എപ്പോഴും കമ്പയർ ചെയ്യുന്നത് ഇന്നലകളിലെ എന്നെയുമായിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. ആ ഇന്നലകളിലെ എന്നെയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് എനിക്ക് എത്ര പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഹിൽ പറയുന്നുണ്ട്, പിന്മാറില്ല എന്നൊരു വ്യക്തി തീരുമാനിക്കുമ്പോൾ മാത്രമാണ് പരിശ്രമങ്ങൾ അവയുടെ പൂർണ്ണ ഫലങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ പഠിക്കും, എന്റെ മാർക്ക് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്ക് പഠിക്കാനുള്ള സ്കില്ലുണ്ട്, എന്റെ സാഹചര്യങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല, നിരവധി കാര്യങ്ങൾ എനിക്ക് പ്രതികൂലമായിട്ടുണ്ടെങ്കിലും പഠനമാണ് എനിക്ക് എന്റെ ആഗ്രഹം, എന്റെ ജീവിതത്തെ മാറ്റി എഴുതണമെങ്കിൽ എന്റെ വിദ്യാഭ്യാസം കൊണ്ടാണ് എനിക്ക് കഴിയുള്ളൂ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പിന്മാറില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഹില്ലിന്റെ വാക്കുകൾ നമ്മൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഫോളോ ചെയ്യാൻ. പിന്മാറില്ല എന്നൊരു വ്യക്തി തീരുമാനിക്കുമ്പോൾ മാത്രമാണ് പരിശ്രമങ്ങൾ അവയുടെ പൂർണ്ണമായ ഫലങ്ങളെ അയാൾക്ക് വിട്ടു നൽകുകയുള്ളൂ. അതുവരെ ഒരു ഒളിച്ചുകളി ഉണ്ടാവും. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുകയാണെന്ന് തോന്നും. സാഹചര്യങ്ങളെ നിങ്ങൾ പ്രതികൂലമാക്കും. കറണ്ട് എഴുതാനിരിക്കുന്ന സമയത്ത് പേനയിൽ മഷി ഉണ്ടാവില്ല, പവർ കട്ട് വരും, ചിലപ്പോൾ അപ്പുറത്ത് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങളെ ഒന്ന് പിൻവലിക്കാനുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം തരണം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. ആ വിജയത്തോടൊപ്പം നിങ്ങൾ വിജയിക്കുമ്പോൾ ഈ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയുമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു കുട്ടി ജീവിതത്തിൽ രക്ഷപ്പെടുമ്പോൾ ഏറ്റവും അഭിമാനം കൊള്ളുന്നത് അവന്റെ അച്ഛനും അമ്മയായിരിക്കും. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ അധ്യാപകർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നേടുന്ന വിജയങ്ങളാണ്. നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കുന്നത് ആണ് അവർക്ക് കൊടുക്കാനുള്ള. അങ്ങനെ ഒരു മക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ പാരന്റ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടി രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി തന്ന, നിങ്ങൾക്ക് പഠിക്കാനുള്ള സാമ്പത്തികം കണ്ടെത്തുന്ന, പാടത്ത് പണിയെടുത്തുകൊണ്ട് കല്ലിൽ പണിയെടുത്തുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടകളിൽ നിന്നുകൊണ്ടും സമ്പാദിക്കുന്ന ചെറിയ പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനോഹരമായ സ്വപ്നം സാക്ഷാത്കാരത്തിന് വേണ്ടി നിങ്ങളുടെ പാരന്റ്സ് ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് മക്കളെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും മനോഹരമായ സമ്മാനം നിങ്ങളുടെ വിജയങ്ങളാണ്. അത്തരത്തിലൊരു സമ്മാനം കൊടുക്കാൻ ഈ പരീക്ഷാ കാലം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലും മെയ് മാസത്തിലും വരുന്ന റിസൾട്ട് കൊണ്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു മികച്ച വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിൽ നിന്നും തൽക്കാലം വിരമിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവ് കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂടെയുണ്ട്. ജോസ് തച്ചിൽ സാറിന്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വരുമ്പോഴും, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, ഏതെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെടുമ്പോഴും പോസിറ്റീവ് കമ്മ്യൂണില് നിങ്ങൾക്ക് വളരെ സൗജന്യമായിട്ട് കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതിന് ഒരു ടീം കേരളത്തിൽ ഉടനീളമുണ്ട്. 100-ലധികം കൗൺസിലേഴ്സും ടീച്ചർമാരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതിന്റെ ഭാഗമാവാൻ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു പ്രഭാരൻ സാർ. താങ്ക് യു സാർ. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന പല ആശങ്കകൾക്കും അതുപോലെ തന്നെ പല പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഇന്ന് ലളിതമായ ക്ലാസ്സിലൂടെ സാർ നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
നമ്മുടെ പഠനത്തിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെ, പഠനത്തിലുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ